بسم الله الرحمن الرحيم. المعتل اللام لام فعل معتل فعل يقال له അതിന് പറയപ്പെടും الناقص എന്ന് പറയപ്പെടും. നാഖിസ് എന്നാൽ والناقص هو അത് الذي ഒരു ഫിഅലാണ്. എങ്ങനത്തെ ഫിഅൽ? യകൂനു ലാമു ഫിഅലിഹി അതിന്റെ ലാം ഫിഅലാകും ഹർഫ ഇല്ലത്തിന്റെ ഹർഫാകും. അങ്ങനെയുള്ള ഒരു ഫിഅലാണ് നാഖിസ് എന്ന് പറഞ്ഞാൽ. ലാം ഫിഅൽ ഇല്ലത്തിന്റെ ഹർഫായ ഫിഅൽ. ഫലിസ്മു വൽ ഫിഅലുൽ മാദി അൽ മുജറദു മിൻഹു. ഇസ്മും അതിൽ നിന്നുള്ള മുജറദായ മാദിയായ ഫിഅലും മുത്ലഖൻ നിരുപാധികം, അതായത് സകല ഇസ്മു അതിൽ നിന്നുള്ള സുലാസി മുജറദായ മാദിയും എല്ലാം തുഖ്ലബു ഫീഹി അതിൽ മറിക്കപ്പെടും അൽ വാവു വൽ യാഉ അലിഫൻ. വാവും യാഉം അലിഫായിട്ട് മറിക്കപ്പെടും. നാഖിസായ ഇസ്മു അതുപോലെ നാഖിസായ മാദിയായ ഫിഅൽ എപ്പം ഇദാ തഹറകത അത് രണ്ടും ഹറക്കത്തുള്ളതായാൽ, ഈ വാവും യാവും ഹറക്കത്തുള്ളതായാൽ, വൻഫതഹ മാ ഖബ്ലഹുമാ ആ വാവിന്റെയും യാവിന്റെയും തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫതഹുള്ളതാവുകയും ചെയ്താൽ. മാദിയായ ഫിഅലിന്റെ ഉദാഹരണം ഗസവ എന്നതിൻ്റെത്. വാവ് ഹറക്കത്തുള്ളതാണ്, മുതഹരിക്കാണ്. അതിന്റെ തൊട്ടു മുമ്പുള്ളത് മുൻഫതിഹും ആണ്, ഫതഹ് ഉള്ളതും ആണ്. അപ്പൊ എന്തായി? വാവിനെ മറിച്ച് അലിഫാക്കി ഗസ എന്നായി. റമ റമയ എന്നാണ്. യാ മുതഹരിക്ക് ഹറക്കത്തുള്ളതാണ്, അതിന് തൊട്ടു മുമ്പുള്ളത് മുൻഫതിഹും ആണ്. യാഇനെ മറിച്ച് അലിഫാക്കിയപ്പോൾ റമ എന്നായി. അസവ് എന്നാണ്. അസവ് ഇസ്മാണിത്, ഇസ്മിന്റെ ഉദാഹരണമാണ്. അസവ് എന്നാണ്. വാവ് ഹറക്കത്തുള്ളത്, അതിനെ കുറിച്ച് അപ്പൊ എന്തായി? അലിഫാക്കി. റഹ റഹവുൻ റഹയുൻ എന്നാണ്. റഹയുൻ എന്നാണ്. യാ ഹറക്കത്തുള്ളത് മാഖബില് മുൻഫതിഹും ആയപ്പോൾ യാഇനെ മറിച്ച് അലിഫാക്കി. അപ്പോൾ അർറഹ എന്നായി. വകദാലിക ഫിൽ ഫിഅലി الزائد على الثلاثه അപ്രകാരം തന്നെയായിരിക്കും മൂന്നക്ഷരത്തേക്കാൾ കൂടുതലുള്ള ഫിഅലിലും അവസാനത്തെ അക്ഷരം വാവോ യാओ ആയിട്ട് വരിക, അതിന്റെ തൊട്ടുമുമ്പുള്ളത് മഫ്തൂഹും ആയാൽ ആ വാവിനെയും യാഇനെയും പിടിച്ച് അലിഫാക്കും. അഅത ഇഷ്തറ ഇസ്തഖ്സ എന്നൊക്കെ പറഞ്ഞതുപോലെ. വസ്മു മഫ്ഊലിഹ അതിന്റെ ഇസ്മു മഫ്ഊൽ കൽ മുഅത വൽ മുസ്തറ വൽ മുസ്തഖ്സ എന്നൊക്കെ പറഞ്ഞതുപോലെ അതിന്റെ ഇസ്മു മഫ്ഊലിനെയും ഇതുപോലെ തന്നെ എന്താക്കും? അലിഫാക്കി മാറ്റും. മുഅത അഅത യുഅതി ഇഅതാഅൻ ഫഹുവ മുഅതിൻ ഉഅതിയ യുഅത ഇഅതാഅൻ ഫഹുവ മുഅതൻ. അലിഫ് ലാം ചേരുമ്പോൾ അൽ മുഅത അൽ മുഅതി ഇങ്ങനെ വരും. അപ്പോൾ അവിടെ എന്താണ്? ഈ യാ മുഅതയുൻ എന്നാണ്. യാ മുതഹദ്ദിഖു മാ ഖബ്ല മഫ്തൂഹായപ്പം യാഇനെ മറിച്ച് അലിഫാക്കി മുഅത എന്നായി. മുസ്തറയുൻ മുസ്തറ ആയി. മുസ്തഖ്സയുൻ മുസ്തഖ്സ ആയി. ഇങ്ങനെ. വകദാലിക അപ്രകാരം തന്നെയാണ് ഇദാ ലം യുസമ്മ ഫാഇലുഹു അതിന്റെ ഫാഇൽ പറയപ്പെടാത്ത സന്ദർഭത്തിലും മിനൽ മുദാരിഇ മുദാരിഇൽ നിന്നുള്ള അതിന് ഫാഇൽ പറയപ്പെടാത്ത സന്ദർഭത്തിലും എന്ന് പറഞ്ഞാൽ മുദാരിഇ മജ്ഹൂലിലും അങ്ങനെ തന്നെയാണ് എന്ന്. വകദാലിക അൽ ഫിഅലുൽ മുദാരിഉൽ മജ്ഹൂലു മിൻഹു എന്ന്. അതിൽ നിന്ന് മുദാരിഅ മജ്ഹൂലിന്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. യുഅത യുഗ്സ യുർമ അങ്ങനെ. അഅത യുഅതി ഉഅതിയ യുഅത. അതുപോലെ ഗസ യഗ്സു ഗുസിയ യുഗ്സ റുമിയ യുർമ അങ്ങനെ. അമൽ മാദി മാദിയായ ഫിഅൽ ഫതുഹ്ദഫുൽ ലാമു മിൻഹു അതിൽ നിന്ന് ലാമിനെ കളയപ്പെടും. ഇദത്തസല ബിഹി അതിനോട് ചേർന്ന് വന്ന സന്ദർഭത്തിൽ. ദ്വമീറു വാവിൽ ജമാഅത്തി ജമാഅത്തിന്റെ വാവുൻ എന്ന ദ്വമീർ, ജമാഅത്തിന്റെ വാവ് എന്ന ദ്വമീർ, അതായത് വാവുൽ ജമാഅ എന്ന ദ്വമീർ, നമ്മൾ ഫഅലു എന്ന് പറഞ്ഞോട്ടുള്ള ദ്വമീർ,
അത് ചേർന്ന് വന്നാൽ ഈ നാഖിസായ മാദിയായ ഫിഅലിൽ നിന്ന് ലാം ഫിഅലിനെ കളയപ്പെടും. അതെ, മുത്ലഖൻ നിരുപാധികം. അത് യാ ആണെങ്കിലും ശരി, യാ ആണെങ്കിലും ശരി, വാവ് ആണെങ്കിലും ശരി, ലാം ഫിഅലിനെ കളയപ്പെടും. സവാഉൻ കാന മാ ഖബ്ല ലാമി മഫ്തൂഹൻ, സവാഉൻ സമമായിരിക്കും, കാന മാ ഖബ്ല ലാമി ലാമിന് തൊട്ട് മുമ്പുള്ളത് ആയിരിക്കൽ, മഫ്തൂഹൻ ഫതഹ് ചെയ്യപ്പെട്ടതായിരുന്നു എന്നതും കണക്കാണ്. ഏതുപോലെ ഗസ എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ എന്താണ്? ലാം ഫിഅലിന്റെ തൊട്ട് ലാം ഫിഅൽ അലിഫാണ്, ആ അലിഫിന് തൊട്ട് മുമ്പുള്ള എന്താണ്? ഫത്ഹാണ്. അങ്ങനെ ആവലും സമമാണ്. ഔ മദ്മൂമൻ അല്ലെങ്കിൽ ദമ്മ ചെയ്യപ്പെട്ടത് ആവലും സമമാണ്. സറുവ എന്ന് പറഞ്ഞതുപോലെ അവിടെ എന്താണ്? അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ ഹർഫായ വാവാണ്, അതിന്റെ മാഖബില് മദ്മൂമാണ്. ഔ മക്സൂറൻ അല്ലെങ്കിൽ കസ്ർ ചെയ്യപ്പെട്ടതായത് ആവലും സമമാണ്. റദിയ, യാ അതിന്റെ മാഖബില് മക്സൂറും ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ആരെ കളയും? ലാം ഫിഅലിനെ കളയും. വാവൻ കാനല്ലാമു ഔ യാ അൻ, ഈ ലാം ഫിഅൽ വാവാണെങ്കിലും ശരി യാ ആണെങ്കിലും ശരി, വാവൻ കാനല്ലാമു, ഈ ലാം ഫിഅൽ വാവായിരുന്നാലും സമമാണ്, ഔ യാ അൻ അല്ലെങ്കിൽ യാ ആയിരുന്നാലും സമമാണ്. മുജറദൻ കാനൽ ഫിഅലു, ഫിഅൽ മുജറദായിരുന്നാലും സമമാണ്, ഔ മസീദൻ അല്ലെങ്കിൽ മസീദ് ആയിരുന്നാലും സമമാണ്. ഫതഖൂലു, അപ്പൊ നീ പറയും ഫി മിസ്ലി ഗസ, റമ, നസിയ, സർവ, ഇർതമ, ഇസ്തഖ്സ, അങ്ങനെയൊക്കെയുള്ള ഫിഅലുകളിൽ പറയും ഗസ, ഗസവ, ഗസൗ, റമ, റമയ, റമൗ. അതുപോലെ നസിയ, നസിയ, നസു എന്ന് പറയും. സർവ, സർവ, സറു എന്ന് പറയും. അതുപോലെ ഇർതമ, ഇർതമയ, ഇർതമൗ എന്ന് പറയും. ഇസ്തഖ്സ, ഇസ്തഖ്സയ, ഇസ്തഖ്സൗ എന്ന് പറയും എന്ന്. وإنما فتحت ما قبل واو الضمير في غزا ورموا. റമൗ അതുപോലെ ഗസൗ എന്നൊക്കെ പറഞ്ഞോടത്ത് എന്താണ്? ദമീറിന്റെ വാവിന് തൊട്ടുമുമ്പുള്ള ഒന്നിന് ഫതഹ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വദുമ്മത് ഫി റദു, റദു എന്ന് പറഞ്ഞോടത്ത് ഈ വാവുൽ ജമാഅ, മറ്റേ വാവ് പോയി, മറ്റേ ലാം ഫിഅൽ പോയി, പിന്നെ അവിടെ ചേർന്ന് നിൽക്കുന്ന എന്താണ്? വാവുൽ ജമാഅത്താണ്, ദമീറാണ്. ഹും എന്ന ദമീറിന്റെ ഷോർട്ട് ഫോം ആയ വാവാണ്. അതാണ് അവിടെ ആ മാദിയ ഫിഅലിനോട് ചേർന്ന് നിൽക്കുന്നത്. അവിടെ വാവു ദമീറിന്റെ തൊട്ട് മുമ്പുള്ളതായ അക്ഷരം ദാദ്, അതിന് ദമ്മ് ചെയ്യപ്പെട്ടിട്ടും ഉണ്ട്. അതുപോലെ സറു എന്ന് പറഞ്ഞോടത്തും ദമ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗസൗ, റമൗ എന്ന് പറഞ്ഞോടത്ത് ഫതഹും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? അന്ന വാവ ദമീരി, കാരണം തീർച്ചയായിട്ടും ദമീറിന്റെ വാവ് ഇദത്തസലത് ബിൽ ഫിഅലിൻ നാഖിസി, അത് നാഖിസായ ഫിഅലിനോട് ചേർന്ന സന്ദർഭത്തിൽ, ബഅദ ഹദ്ഫിൽ ലാമി, ലാമിനെ കളഞ്ഞതിന്റെ ശേഷം, ഫഇൻ ഫതഹ മാ ഖബ്ലഹ, അതിന്റെ തൊട്ട് മുമ്പുള്ളത്, അതായത് ലാം ഫിഅലിനെ കളഞ്ഞതിന്റെ ശേഷം വാവു ദമീർ ഒരു ഫിഅലിനോട് ചേർന്നു. അപ്പം റമ എന്ന ഫിഅലിനോട് അതിന്റെ അവസാനത്തെ ലാം ഫിഅലായ അലിഫിനെ കളഞ്ഞതിന്റെ ശേഷം വാവു ദമീർ ചേർന്ന് വന്നാൽ, ഫഇൻ ഫതഹ മാ ഖബ്ലഹ, ആ വാവു ദമീറിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹാണ് എങ്കിൽ, റമ എന്ന് പറഞ്ഞോടത്ത് യാഇനെ അലിഫിനെ കളഞ്ഞു, എന്നിട്ട് വാവു ദമീർ ഈ ഫിഅലിനോട് ചേർന്നപ്പം അതിന്റെ മാഖബൽ എന്താണ്? മഫ്തൂഹാണ്. എന്നാൽ ഉബ്ഖിയ അലൽ ഫതഹത്തി, ആ ഫിഅലിനെ ഫതഹത്തിന്റെ മേൽ ബാക്കിയാക്കപ്പെട്ട, ആ ഫതഹത്ത് ഒന്നും കാട്ടൂല. അപ്പൊ റമൗ എന്ന് പറയും. ഗസ, അലിഫിനെ കളഞ്ഞു, വാവുൽ ജമാഅ കയറി വന്നപ്പം ഗസൗ എന്നായി. അതുപോലെ ഖല, ഖലൗ എന്നായി. തിരിഞ്ഞോ? ഖലൗ, ഖലു എന്നല്ല, ഖലൗ, ഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം. ഇനി അത് ദമ്മുള്ളതായാലോ, അത് ഇൻകസറ, അല്ലെങ്കിൽ ആ വാവുൽ ജമാഅത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, അതായത് ഐൻ ഫിഅൽ, ലാം ഫിഅൽ പോയില്ലേ, ഐൻ ഫിഅലിനോടാണ് ഇനിയിപ്പോൾ ആര് ചേർന്ന് വെക്കുന്നത്? വാവുൽ ജമാഅത്ത് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഐൻ ഫിഅലിന് ദമ്മാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഐൻ ഫിഅലിന് കസ്റാണ് എങ്കിലും ഐൻ ഫിഅലിന് ദമ്മ് ചെയ്യപ്പെടും. ഇതുപോലെ റദു എന്ന് പറഞ്ഞ റദിയു
റദിയ റദിയ റദിയു എന്നേനി. അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ ഹർഫായ യാ, അതിനെ കളഞ്ഞു. അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല, കുറെ ന്യായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ ഹർഫാണ്. ആ ഇല്ലത്തിന്റെ ഹർഫിനെ വാവുൽ ജമാഅത്ത് ചേരുമ്പോൾ കളയും. ഈ നാഖിസായ ഫിഅലിൽ ഉള്ള പൊതു നിയമം ആണത്. അറബികൾ അതിനെ കളയും. അപ്പൊ എന്തായി? പിന്നെ റദി എന്നായി. എന്നിട്ട് ഈ വാവുൽ ജമാഅത്ത് ഈ ഫിഅലിനോട് നേരിട്ട് ചേരുന്ന സമയത്ത് അതിന്റെ ഐൻ ഫിഅലിന് കസ്റാണെങ്കിലും ദമ്മാണെങ്കിലും ദമ്മ് കൊടുക്കും. അപ്പൊ റദി എന്ന് പറഞ്ഞോടത്ത് ഈ ഐൻ ഫിഅലിന് കസ്റാണ്, അപ്പൊ കസ്ർ മാറ്റി ദമ്മ് കൊടുക്കും. അപ്പൊ റദു എന്നാകും. തിരിഞ്ഞോ? അതുപോലെ സെറുവ സെറുവ സെറു എന്ന് പറഞ്ഞോടത്ത് സെറുവു എന്നാണ്. വാവിനെ കളഞ്ഞു. എന്നിട്ട് വാവുൽ ജമാഅത്ത് നേരിട്ട് ഫിഅലിനോട് ഐൻ ഫിഅലിന്റെ അടുത്തേക്കാണ്ട് വന്നു. ഐൻ ഫിഅലിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ദമ്മാണ്. എന്നാ പിന്നെ ദമ്മടന്നോട്ടെ എന്ന് വെക്കും. ദമ്മാണെങ്കിൽ ഫതഹാണെങ്കിലും ആ ദമ്മും ഫതഹും നിലനിർത്തും. കസ്റാണെങ്കിൽ ആ കസ്ർ മാറ്റി ദമ്മ് കൊടുക്കും. അത്രേ ഉള്ളൂ. തിരിഞ്ഞോ? ഖാഇദ ഇങ്ങനെയാണ്. അങ്ങനെയാണ് പഠിച്ചാൽ മതി. അതിന് ഇവർ കുറെ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. അത് ഒന്നിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. നാഖിസായ ഫിഅല് അതിന്റെ നിയമം വാവുൽ ജമാഅയുമായിട്ട് ചേരുന്ന സമയത്ത് അതിന്റെ നിയമം എന്താണ്? അതിന്റെ ലാം ഫിഅലിനെ കളയപ്പെടും. അത് വാവ് ആവട്ടെ യാ ആവട്ടെ. എന്നിട്ട് ഐൻ ഫിഅലിന് ദമ്മാണെന്നുണ്ടെങ്കിലും ഫതഹാണെന്നുണ്ടെങ്കിലും ആ ദമ്മും ഫതഹും അവിടെ നിലനിർത്തും. ഐൻ ഫിഅലിന് കസ്റാണെന്നുണ്ടെങ്കിൽ ആ കസ്ർ മാറ്റി ദമ്മ് കൊടുക്കും. തിരിഞ്ഞോ? റദു അവിടെ ഐൻ ഫിഅലിന് കസ്റേനി റദിയ റദിയ. അവിടെ റദിയന്റെ അവിടെ ഐൻ ഫിഅലിന് കസ്റേനി. അപ്പൊ ഇതിനെ മാറ്റി വാവുൽ ജമാഅ നേരിട്ട് ചേർന്ന് വന്നപ്പം ആ ദ്വാദിന്റെ കസ്ർ മാറ്റി ദമ്മത്ത് കൊടുത്തു. അപ്പൊ റദു എന്നായി. പിന്നെ സെറുവ എന്നുള്ളിടത്ത് ആ വാവുൽ ജമാഅ വാവ് ലാം ഫിഅലായ വാവിനെ കളഞ്ഞു. പിന്നെ അവിടെ വാവുൽ ജമാഅ ചേർന്ന് വരുന്ന സമയത്ത് അവിടെ ദമ്മത്താണ്. ആ ദമ്മത്ത് അവിടെ നിലനിർത്തും. ഗസ എന്ന് പറഞ്ഞിടത്ത് ആ അലിഫിനെ കളയും, ലാം ഫിഅലിനെ കളയും. വാവുൽ ജമാഅത്ത് നേരിട്ടാണ് ചേർന്ന് വന്ന സമയത്ത് അവിടെ ഐൻ ഫിഅലിന് എന്താണ്? ഫതഹത്താണ്. ആ ഫതഹത്ത് അവിടെ നിലനിർത്തും. എന്തിനേ കളിയുള്ളൂ? കസ്റത്തിനെ കളിയുള്ളൂ. തിരിഞ്ഞില്ലേ? ഫനുഖിലത്ത് ദമ്മത്തുൽ യാഇ. അപ്പം റദിയു എന്ന് പറഞ്ഞോടത്ത് റദു എന്നാക്കിയത് യാ എന്ന ദമ്മത്തിന് നഖൽ ചെയ്യപ്പെട്ടു. ഇല ദാദിലേക്ക് വഹുരിഫത്തിൽ യാഉ, യാഇനെ കളയപ്പെടുകയും ചെയ്തു. ഇൽതിഖാഇ സാക്കിനൈനി, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടിയതിന് വേണ്ടി. ഇതൊക്കെ ന്യായം പറച്ചിലാണ്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് കയറ്റി വെക്കേണ്ട സാധനം അത്രേ ഉള്ളൂ. വാവു ദമീർ അത് നാഖിസായ ഫിഅലിനോട് ചേർന്നാൽ അതിന്റെ ലാം ഫിഅലിനെ കളയപ്പെടും. വാവാണെങ്കിലും യാ ആണെങ്കിലും കളയപ്പെടും. എന്നിട്ട് ആ വാവു ദമീർ ചേർന്ന് നിൽക്കുന്നത് പിന്നെ ഐൻ ഫിഅലിനോടായിരിക്കും. ആ ഐൻ ഫിഅലിന് ഫതഹത്താണെങ്കിൽ ആ ഫതഹത്ത് അവിടെ നിലനിർത്തും. ദമ്മത്താണെങ്കിൽ ആ ദമ്മത്തും അവിടെ നിലനിർത്തും. കസ്റത്താണെങ്കിൽ ആ കസ്റത്ത് മാറ്റി ദമ്മത്താക്കും. ഇത്രേ ഉള്ളൂ. അരിഫിൽ ഫിഅല നാഖിസ മിനൽ മാദി, മാദിയായ ഫിഅലിൽ നിന്ന് നാഖിസായ ഫിഅലിനെ ഒന്ന് നിർവചിക്കാൻ. അതായത് മാദി നാഖിസ് എന്താണ്? മാദിയായ നാഖിസ് എന്ന് പറഞ്ഞാൽ ബയ്യിൻ ഇഅലാൽ ഫിഅൽ നാഖിസ് ഇദാ ലം യത്തസിൽ ബിഹി ളമീറുൻ ബാരിസ്. നാഖിസായ ഫിഅലിന്റെ ഇഅലാൽ വ്യക്തമാക്കാൻ. ഇദാലം യത്തസിൽ ബിഹി ളമീറുൻ ബാരിസ്, ഒരു ബാരിസായ ളമീർ, അതായത് മുത്തസിലായ ളമീർ അതിനോട് ചേർന്ന് വരാത്ത സന്ദർഭത്തിൽ നാഖിസായ ഫിഅലിന്റെ ഇഅലാൽ എങ്ങനെയാണ് എന്ന് പറയണം. ളമീർ ചേർന്ന് വരാത്ത സന്ദർഭത്തിൽ. മാ ഹുവ ഇഅലാലുൽ ഫിഅലി നാഖിസ് ഇദാ തസല ബിവാവി ജമാഅത്തി ദുഖൂരി, ജമാഅത്തു ദുഖൂറിന്റെ വാവിനോട് ചേർന്ന് വന്ന സന്ദർഭത്തിൽ നാഖിസായ ഫിഅലിന്റെ ഇഅലാൽ എന്താണ് എന്ന് വ്യക്തമാക്കണം. എന്താണ് ഇഅലാൽ എന്ന് പറഞ്ഞാൽ? ഹദ്ഫു ഹർഫിൽ ഇല്ലതി ഔ ഖൽബുഹു ഔ തസ്കീനുഹു എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. മതാ തുഖ്ലബുൽ വാവു വൽ യാഉ അലിഫൻ ഫിൽ മുഅ്തല്ലിൽ ലാം, എപ്പോഴാണ് ലാം ഫിഅൽ മുഅ്തല്ലായ ഫിഅൽ മുഅ്തല്ലായ പദത്തിൽ യാഇനെയും വാവിനെയും മാറ്റി അലിഫാക്കുന്നത് എപ്പോഴാണ്, മറിച്ചാണ് അലിഫാക്കുന്നത് എപ്പോഴാണ് എന്ന്. സു അൽ ജം അൽ മുദക്കർ അൽ ഗായിബ് മിനൽ അഫ്ആലി താലിയ, താഴെ വരുന്ന ഫിഅലുകളിൽ നിന്ന് ജംഉ മുദക്കർ സാലിം ഉണ്ടാക്കണം. നഅ, സഹ,
كوى دعا بقي رضي نفى دجا ابن الأفعال الماضية من الكلمات التالية താഴെ കലിമത്തുകളിൽ നിന്ന് മാദിയായ കലിമത്തുകൾ ക്രിയേറ്റ് ചെയ്യണം മുഅ്ത മുസ്തഖ്സ മുഖ്തദ ഇസ്തഖ്സ ഇസ്തസ്ഖ യുഅ്ത യുഗ്സ മുശ്തറ അങ്ങനെ ഒക്കെ പറഞ്ഞതുപോലെ صرف هذه الأفعال إلى الماضي تصريفا كاملا ഈ താഴെ വരുന്ന ഫിഅലുകളെ മാദിയിലേക്ക് സർഫാക്കണം പൂർണ്ണമായിട്ട് ദഅ കവ ഇഖ്തദ ഇശ്തറ എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ഫിഅലുകളൊക്കെ പൂർണ്ണമായിട്ട് സർഫാക്കണം ദഅ ദഅവ ദഅഉ ഇങ്ങനെ സർഫാക്കണം ഓക്കെ ദഅത് ദഅത ദഅൗന ഇപ്പൊ ഈ മാദി നാഖിസിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ദഅ ദഅവ എന്നാണ് അവസാനത്തെ ലാം ഫിഅൽ ഇല്ലത്തിന്റെ ഹർഫായി വന്നു അതിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹത്തും വന്നപ്പം വാവിനെ മറിച്ച് അലിഫാക്കി അപ്പൊ ദഅ എന്നായി ഇതാണ് നമ്മൾ പഠിച്ച ഖായിദ അങ്ങനെയാണല്ലോ അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ ഹർഫായ വാവോ യാവോ വന്നു അതിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് ഫത്ഹും ആണെന്നുണ്ടെങ്കിൽ ആ ഇല്ലത്തിന്റെ ഹർഫിനെ മറിച്ച് അലിഫാക്കും അവിടെ ദഅവ എന്ന് പറഞ്ഞിടത്ത് വാവ് ഇല്ലത്തിന്റെ ഹർഫാണ് അതിന് തൊട്ടുമുള്ള അക്ഷരത്തിന് ഫത്ഹത്തുമാണ് അപ്പൊ അലിഫിനെ മറിച്ച് വാവിനെ മറിച്ച് അലിഫാക്കി ദഅ എന്നായി ദഅവ എന്ന് പറയും അവിടെ എന്തേ അലിഫാക്കണില്ലേ അലിഫാക്കൂല കാരണം എന്താണ് അലിഫുൽ ഇസ്നൈനി നാഖിസായ ഫിഅലിനോട് അലിഫുൽ ഇസ്നൈനി ചേർന്ന് വന്നാൽ അലിഫുൽ ഇസ്നൈനി എന്ന് പറഞ്ഞാൽ ഹുമ എന്നുള്ള മീനിന്റെ ഷോർട്ട് ഫോം ആയ അലിഫ് ആ അലിഫ് ഫഅല എന്ന് പറഞ്ഞിടത്തുള്ള അലിഫ് ആ അലിഫ് ഈ മാദി നാഖിസായ ഫിഅലിനോട് ചേർന്ന് വന്നാൽ അതിന്റെ ഇല്ലത്തിന്റെ ഹർഫിനെ കളഞ്ഞ ഇല്ലത്തിന്റെ അല്ല അലിഫായിട്ട് മറിച്ച ഇല്ലത്തിന്റെ ഹർഫ് ഉണ്ടല്ലോ അത് ഏതാണ് വെച്ചാൽ അതിലേക്ക് തന്നെ അതിന് മടക്കപ്പെടും അപ്പൊ ദഅവ ഇനി അസ്ല് എന്നാല് അലിഫുൽ ഇസ്നൈനി വരുന്ന സമയത്ത് ദഅ എന്നുള്ളത് ആ ദഅവ എന്ന് തന്നെ ആവും അപ്പൊ ദഅവ എന്നാവും മനസ്സിലായോ അലിഫുൽ ഇസ്നൈനി വരുമ്പം ആ അലിഫിനെ അതിന്റെ അസ്ലിലേക്ക് മടക്കപ്പെടും മറ്റേ രണ്ട് അലിഫപ്പരം വരും ദഅ ആ ദഅ എന്നുള്ള അലിഫും പിന്നെ അലിഫുൽ ഇസ്നൈനിയും വരും അപ്പൊ രണ്ട് അലിഫിനും സുക്കൂനാണ് ഒരു കലിമത്തിൽ രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ ഒപ്പരം വരാൻ പാടില്ല ഏതെങ്കിലും ഒന്നിനെ കളയണം കളഞ്ഞാലും ദഅ എന്നാവും അപ്പൊ ദഅ ദഅ എന്നാവും ഇതിൽ ഏതാ മുഫ്രദ് ഏതാ മുസന്ന മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഈ വാവിനെ ഈ അലിഫായിട്ട് മറിച്ച വാവിനെ നേരെ തിരിച്ച് വാവായിട്ട് തന്നെ മറിക്കും യൂട്ടേൺ അടിക്കും എന്ന് നമ്മുടെ പിണറായി വിജയന്റെ പരിപാടി അനങ്ങിയ യൂട്ടേൺ അതെന്തായി ദഅവ എന്നാവും ഈ യൂട്ടേൺ ഒരു മോശം സംഗതി ഒന്നല്ല യൂട്ടേൺ ഒരിക്കലും ഒരു മോശം സംഗതിയല്ല അത് ഹക്കിലേക്കാണ് എങ്കിൽ നേരെ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ പോയിക്ക അത് മോശം സംഗതി ഒന്നല്ല അതൊരു സത്യത്തിലേക്കാണ് എങ്കിൽ പക്ഷെ ബാത്തിലേക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഒരു മുസ്ലിയാർ ഇവിടെ സമസ്തയിൽ നിന്ന് വന്നു സലഫിയത്തിലേക്ക് വന്നു അയാള് സംഘടനക്കാരുടെ കൂടെ കൂടി അങ്ങനെ സംഘടനക്കാർ അവരുടെ നേതാക്കന്മാരൊക്കെ ഇയാളെ പരിഗണിക്കുകയും ക്ലാസ്സിന് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇയാളെ എന്താ പറഞ്ഞത് ഇയാളെ നാട്ടിലുള്ള സംഘടനയുടെ ആളുകളൊന്നും ഇയാളത്ര പരിഗണിച്ചിട്ടില്ല എൻ്റെ അറിവിൽ ഞാൻ അയാളെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് നാട്ടിലുള്ള ആളുകളൊന്നും അയാളെ വേണ്ടത്തിലാണ്ട് പരിഗണിച്ചില്ല പക്ഷേ എന്നാലും ആ സംഘടനയുടെ മെയിൻ ആയിട്ടുള്ള ആളുകൾ സ്റ്റേറ്റ് ലെവലിലുള്ള ആൾക്കാരും പണ്ഡിതന്മാരും ഒക്കെ അയാളെ പരിഗണിക്കുകയും അവരുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇയാളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ആ സ്ഥാപനത്തിൽ ആ ഭാഗത്ത് ഇയാൾ ഒരു ആസ്മ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടിട്ട് അയാൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു റിസർച്ചിന്റെ ജോബ് ഏൽപ്പിച്ച് കണ്ടിട്ട് അയാളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ റിസർച്ച് ചെയ്തോളി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾ റിസർച്ച് ചെയ്തെന്നാണ് എന്ന് പറഞ്ഞു വീട്ടിൽ അവിടെ ഒരു ശമ്പളമൊക്കെ വെച്ച് കണ്ടിട്ട് നിങ്ങളിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്താൽ മതി അതും അയാള് തുടർന്നില്ല അങ്ങനെ എന്നാലും ഇവര് അയാളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ വീടിന്റെ കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് എന്നോട് പക്ഷെ നാട്ടിലെ സംഘടനന്റെ ആളുകൾ ഇയാളെ വല്ലാതെ ബഹുമാനിക്കാനോ പ്രസംഗത്തിന് വിളിക്കാനോ ഒന്നും നിന്നില്ല അത് ഇയാളിങ്ങനെ അതൊരു പരാതിയായിട്ട് പറഞ്ഞിരുന്നു അത്ര അങ്ങനെ പിന്നെ ഒരു ദിവസം ഇയാൾ ജമാഅത്ത് ഇസ്ലാമി പോണ
അപ്പൊ ഇയാളെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ എനിക്ക് പരിചയമുള്ള ഈ സംഘടനയിൽപ്പെട്ട തന്നെ ഒരാളുണ്ട്, ഹംസ ഷാക്കിർ എന്നാണ് പേര്. അയാള് വിസ്ഡം ഓർഗനൈസേഷന്റെ റിസർച്ച് കൗൺസിലിന്റെ ചെയർമാനാണ്, എൻ്റെ സുഹൃത്താണ്. അപ്പൊ അന്ന് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. പിന്നീട് ഈ വിസ്ഡം ഓർഗനൈസേഷന്റെ ചില വഴിവിട്ട പോക്കുകളെ ഞാൻ വിമർശിച്ച സമയത്ത് ഈ ഹംസ ഷാക്കിറിന് അത് ഇപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇനി അതല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ സംഘടന പരസ്യമായിട്ട് വിമർശിക്കുന്ന ഒരാളായിട്ട് സൗഹൃദം പുലർത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയില്ല. അതെന്തായാലൊക്കെ ആവും, അതാകാലം. പഴയ അത്ര കണക്ഷൻ ഇല്ല, എന്നാലും ഞാൻ മൂപ്പര പള്ളിയിലൊക്കെ പോലുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഉള്ളണം വഴിയാണ് വരിക. അപ്പം സാധാരണഗതിയിൽ ഞാൻ ചാളാരി മെയിൻ റോഡിന് കയറിയിട്ടാണ് വരിക. എന്നാൽ നിസ്കാരത്തിന് സമയം ഏതാണ്ട് അടുത്തിട്ടുണ്ട് എന്ന് കണ്ടാൽ ഞാൻ ഉള്ളളം വഴിയാണ് വരിക. അപ്പം എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോഴത്തിന് ആ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്താൽ ഞാൻ ആ പള്ളിയിൽ കയറും, നിസ്കരിക്കും. അവിടെ ഇയാളെ കണ്ടാൽ ചെറുതായിട്ടൊക്കെ ഇയാൾ സംസാരിക്കും, ആയിക്കോട്ടെ. ഞാൻ ആ ബന്ധം പരിഗണിച്ചിട്ട് തന്നെ, എനിക്ക് വേറെ പള്ളിയൊന്നും ഇല്ലായിട്ടൊന്നുമല്ല. ആ പോണ വൈക്കലൊക്കെ വേറെ പള്ളിയൊക്കെ ഉണ്ട്. പക്ഷേ അതിലൂടെ പോരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എണ്ണ നഷ്ടമാണ്. എന്നാലും ഞാൻ അയാളോടുള്ള ഒരു ബന്ധം പരിഗണിച്ച് കണ്ടിട്ട് ഇടയ്ക്കൊക്കെ അയാളുടെ പള്ളിയിൽ മനഃപൂർവ്വം കയറലുണ്ട്. പക്ഷെ അയാൾ ഇങ്ങോട്ട് ബന്ധമൊന്നും പുലർത്തലില്ല. നമുക്കിപ്പോൾ ഒരാളോട് ആദർശപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് പറയും. അത് തിരുത്തി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അയാളായിട്ട് പ്രശ്നമില്ല, തിരുത്താതാക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അപ്പൊ ഏതായാലും ഈ ഹംസ ഷാക്കിറിനോട് ഇങ്ങനെ പറഞ്ഞു, ഇയാളിങ്ങനെ ജമാഅത്ത് ഇസ്ലാമി പോയിട്ടുണ്ട്. ഞാനിങ്ങനെ മോൻ ചോദിച്ചു, ജമാഅത്ത് ഇസ്ലാമിക്കോ? ആന്ന്, ഒരു മുസ്ലിയാര് ജമാഅത്ത് ഇസ്ലാമി പോവാന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് ഒരു മൊയ്ലിയാരവിടെ പോയിട്ടൊരു കാര്യമില്ല. പൂച്ചക്കത്താണ് പൊന്നെടുക്കുന്നിടത്ത് എന്നൊക്കെ ചോദിക്കില്ലേ നമ്മള്, എന്ന മാതിരി അതുപോലെ തട്ടാൻ എന്താണ് മീൻ കച്ചവടം ചെയ്യുന്നിടത്ത് എന്നൊക്കെ ചോദിച്ചാല് എന്നൊക്കെ മാതിരിയാണ് ജമാഅത്ത് ഇസ്ലാമിലൊരു മൊയ്ലിയർ എന്തിനാ പോയതെന്ന് വെച്ചാൽ അവിടെ മൊയ്ലിയർ ആവശ്യമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ പടുജാഹിര്യങ്ങൾ ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് കണ്ടിട്ട് എന്ത് ഉടായ്പ് കാണിച്ചാലാണ് നമുക്ക് നമ്മുടെ സംഘടന മുന്നോട്ടുണ്ടാകാൻ പറ്റുക എന്ന് ചിന്തിച്ച് കണ്ടിട്ട്, എന്ത് തന്തല്യായ്മ കാണിച്ചിട്ടാണെങ്കിലും ശരി, എന്ത് വൃത്തികേട് കാണിച്ചിട്ടാണെങ്കിലും ശരി, ഈ സംഘടന നിലനിർത്തണം, സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടി ചിന്തിച്ച് പണിയെടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ഓർക്ക് ആവശ്യമുള്ളൂ. ഓർക്ക് അവിടെ പണ്ഡിതന് ആവശ്യമില്ല. പണ്ഡിതൻ വന്നു കഴിഞ്ഞാൽ ഇവനടക്കം ഖുർആനായത്ത് ഓതി ഹദീസ് ഓതിക്കാളോ ഇറങ്ങാറാണ്. അപ്പോ എല്ലാ പരിപാടിയും നടക്കൂല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം മാധ്യമം പത്രം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കള്ളുഷാപ്പിന്റെ പരസ്യം കൊടുക്കണം, എന്നാ പരസ്യം കൊടുക്കണം. ഇനി മീഡിയ വേണം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സെക്സ് ഫിലിം ഓട്ടണം, എന്നാ ഓട്ടണം. ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ആവശ്യം. അപ്പൊ ഒരു പണ്ഡിതന് ഇതൊക്കെ പറഞ്ഞതിനൊരു പരിധി ഉണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ ഇയാളിപ്പോ ഇന്നലെ അവിടെ പോയത് നമ്മളിങ്ങനെ ആലോചിച്ചു. ഇയാൾക്ക് പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഇയാളെ ക്ലാസ്സിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആയിക്കോട്ടെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കണ്ടിനി ഇയാള് സമസ്തേക്ക് തന്നെ പോയി. അപ്പൊ വൃത്തി അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അലിഫുലിസ്നൈനി വരുന്ന സമയത്ത് ഈ ഇല്ലത്തിന്റെ ഹർഫിന്റെ പ്രശ്നമാണതേ. ഇല്ലത്തിന്റെ ഹർഫിന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും, ഇടിച്ചുകൊണ്ട് കൊണ്ടാ പറയണ കാര്യമാണ്, ഉറച്ചൊരു സ്ഥലത്ത് എത്തൂല. അപ്പൊ അലിഫുലിസ്നൈനി വരുമ്പം അത് അസുലിലേക്ക് തന്നെ മടങ്ങും. നമ്മളെ മൊയ്ലിയര് നമസ്തേപായമായി തിരിഞ്ഞില്ലേ? അപ്പം ദഅവ, പിന്നെ ദഅവ്, അവിടെ ദാവ് എന്നാണ് ഉണ്ടാവുക അല്ലെ? ആ അലിഫിനെ നമ്മളാണ്ട് കളയും. അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫ് വാവായാലും യാ ആയാലും എന്താണെങ്കിലും അതിനെ കളയും. കളഞ്ഞിട്ട് അപ്പൊ എന്തായി? വാവുൽ ജമാഅയെ നേരിട്ട് ഐൻ ഫിഇലിന്റെ അടുത്തേക്ക് ചേർത്ത് വെക്കും. ഐൻ ഫിഇലിന് ഫത്ഹാണെങ്കിൽ അവിടെ നോട്ടെ ഒത്തും കാട്ടൂല. അപ്പൊ എന്തായി? ദഅവ് എന്നായി. പിന്നെ ദഅത്, അവിടെ എന്താണ്? അവിടെ ഈ ഇനീസ് വരുന്ന സമയത്ത് ഈ അലിഫിനെ കളയും. അപ്പൊ ദഅത് എന്നാകും. പിന്നെ ദഅത, അവിടെ എന്താണ് തന്നെ ദഅത് ആ എന്നാണ് ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുക. അവിടെ എന്ന് പറഞ്ഞോടത്ത് എന്താണ്? ഈ വാവിനെ കളയും. അപ്പൊ ദഅത് എന്നായി. ദഅത അവിടെയും അങ്ങനെ തന്നെയാണ്.
അവിടെ എന്താണ് ദഅത് ആ എന്നാണ്, ദഅത് ആ എന്നാണ്. ഈ താഇന് യഥാർത്ഥത്തിൽ സുക്കൂന. ഈ താഇനും സുക്കൂന്, പിന്നെ വരുന്ന അലിഫുൽ ഇസ്നൈനിക്കും സുക്കൂന്. അവൻ പിന്നെ ഒന്നുകിൽ താഇനെ കളയണം അല്ലെങ്കിൽ അലിഫുൽ ഇസ്നൈനെ കളയണം. രണ്ടും കളഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം രണ്ടും നടക്കുന്നുണ്ടാവും. അവിടെ താഇനെ കളഞ്ഞാൽ ദആ എന്നാകും, അത് പറ്റൂല. പിന്നെയും ദഅവാന്ന് പറയേണ്ടി വരും, അത് പറ്റൂല. അലിഫുൽ ഇസ്നൈനെ കളഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫിഅൽ തസ്നിയാണെന്നാണ് മനസ്സിലാക്കുക, അതും പറ്റൂല. അപ്പൊ ലാസ്റ്റ് മസ്ലഹത്തിനെത്തി. എന്ത്? താഇനൊരു ഫതഹ ഇട്ട് കൊടുത്തിട്ട് അലിഫിനെ അവിടെ നിലനിർത്തുക. അപ്പൊ എന്തായി? ദഅത എന്നായി. അപ്പൊ അതുകൊണ്ടാണ് ഈ വാവിനവിടെ പോയത്. ആദ്യം അവിടെ ഉസ്താക്കിന് ഈ താഇന് സുക്കൂനാണ്, ഈ അലിഫിനും സുക്കൂനാണല്ലോ. ദഅത് ആ എന്നതിനുണ്ടത്. അപ്പൊ താഇന്റെ സുക്കൂനും അലിഫിന്റെ സുക്കൂനും പരിഗണിച്ചാണ്ട് അലിഫിനെ തട്ടി. അപ്പൊ ദഅത് ആ എന്നായി. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നമാണ് ഈ താഉം അലിഫുൽ ഇസ്നൈനും തമ്മിലാണ് പിന്നെ പ്രശ്നം വരുന്നത്. അപ്പൊ ഈ താഇനൊരു ഫതഹ ഇട്ട് കൊടുത്താണ് നിലനിർത്തി. അപ്പൊ ദഅത എന്നായി. തിരിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഒരു ന്യായം പറയാം. സംഗതി അവിടുത്തെ ഖായിദ എന്ന് പറഞ്ഞാൽ താഉ തഅനീസിന്റെ കൂടെ ഇല്ലത്തിന്റെ ഹർഫായ വാവിനെയോ യാഇനെയോ ആണെന്നതിനെ കളയും, താഉ തഅനീസിന്റെ കൂടെ. അപ്പൊ എന്തായി? ദഅത് ദഅത എന്ന് പറയും. പിന്നെ ദഅൗന, അവിടെ എന്താ വരും? വാവ് തിരിച്ചു വരും. വാവ് പോകേണ്ട ആവശ്യമില്ല. അവിടെ വാവ് നൂനുൽ ഇനാസിന്റെ കൂടെ വാവ് തിരിച്ചു വരും. ദഅൗന, ദഅൗത, ദഅൗതുമ, ദഅൗതും, ദഅൗതി, ദഅൗതുമ, ദഅൗതുന്ന, ദഅൗതു, ദഅൗന, ഇങ്ങനെ. അതുപോലെ തന്നെ റമ, റമ, റമയ, റമൗ, റമത്, റമത, റമൈന, അവിടെ തിരിച്ചു വരും. റമൈത്ത, പിന്നെ അവിടെ നിന്നൊക്കെ തിരിച്ചു. റമൈത്ത്, റമൈത്തുമ, റമൈത്തും, റമൈത്ത്, റമൈത്തുമ, റമൈത്തുന്ന, റമൈത്തു, റമൈന. റദിയ, റദിയ, റദു എന്ന് പറയും. അവിടെ എന്താണ്? നമ്മള് യാഇനെ കളയും. വാവുൽ ജമാഅത്തും നോട് ചേർന്ന് വരുന്ന സമയത്ത് നാഖിസായ ഫിഇലിന്റെ യാ ആണെങ്കിലും വാവാണെങ്കിലും ആരാണെങ്കിലും ഫിഇലിനെ നമ്മൾ കളയും, നാഖിസായ ഫിഇലിന്റെ. എന്നിട്ടോ ഈ വാവുൽ ജമാഅ ഈ ഐൻ ഫിഇലിനോട് അടുത്തേക്ക് വരും. ഐൻ ഫിഇലിന് കസ്റാണ്. കസ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദമ്മ് ചെയ്യും. അപ്പൊ എന്തായി? റദു. പിന്നെ റദിയത്, അവിടെ പിന്നെ റദത് എന്നല്ല റദിയത് എന്ന് വരും. റദിയത, റദീന, റദീത, റദീതുമ, റദീതും, റദീതി, റദീതുമ, റദീതുന്ന, റദീതു, റദീന. ഐൻ ഫിഇലിന് കസ്റുള്ളോടത്ത് യാ താഉ തഅനീസിന് അവിടെ കളയപ്പെടില്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.